ഒരു ദിവസം നിങ്ങൾ ഓഫീസിലെ ക്യാബിനിലിരുന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ജീവിതം ഇതുമാത്രമാണോ എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ? രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ഓഫീസിലെത്തി അർത്ഥശൂന്യമായ മീറ്റിംഗുകളിൽ സമയം കളഞ്ഞ് രാത്രി വൈകി തളർന്ന് വീട്ടിലെത്തുന്ന ഈ ചക്രം എല്ലാം ഒരു പ്രതിഫലത്തിനു വേണ്ടി. ആ പ്രതിഫലം കൊണ്ട് നിങ്ങൾ വാങ്ങുന്നത് കൂടുതൽ സമ്മർദ്ദവും കുറഞ്ഞ സമയവും മാത്രം. എന്നാൽ ഈ ദുരന്തത്തിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ മാർഗമുണ്ടെന്ന് ടിമോത്തി ഫെറിസ് തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നു. ആഴ്ചയിൽ 80 മണിക്കൂർ ജോലി ചെയ്ത് 10,000 ഡോളർ സമ്പാദിച്ചിട്ടും പൂർണ്ണമായും തളർന്നുപോയ ഒരു ചെറുപ്പക്കാരൻ. അയാളൊരു തീരുമാനമെടുത്തു. ഞാൻ ഈ കളി ഇനി കളിക്കില്ല, ഞാൻ എന്റെ സ്വന്തം നിയമങ്ങളുണ്ടാക്കും. ഫലമോ? ലോകമെമ്പാടുമുള്ള ജോലിയെയും ജീവിതത്തെയും കുറിച്ചുള്ള ധാരണകളെ തകിടം മറിച്ച ഒരു വിപ്ലവ ഗ്രന്ഥം. ഇത് കേവലം ഒരു സമയ മാനേജ്മെന്റ് പുസ്തകമല്ല, ജീവിതത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനുള്ള ഒരു പ്രഖ്യാപനമാണ്. ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് അവസാന കാലത്ത് മാത്രം വിശ്രമിക്കുക എന്ന പരമ്പരാഗത ചിന്താഗതിയുടെ ശവക്കുഴിയാണ് ഈ പുസ്തകം. ജീവിതത്തിന്റെ പുതിയൊരു ഗണിതം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ജീവിതം നയിക്കാൻ എത്ര പണം വേണമെന്ന് കണക്കാക്കുന്നതിനു പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം എങ്ങനെ ഇന്നു തന്നെ ജീവിക്കാം എന്ന് ചിന്തിക്കുക. ഇതാണ് ന്യൂ റിച്ച് എന്ന പുതിയ തത്വശാസ്ത്രത്തിന്റെ കാതൽ. പഴയ സമ്പന്നർ പണം കൊണ്ട് സമയം വാങ്ങാൻ ശ്രമിക്കുന്നു, പുതിയ സമ്പന്നർ സമയം കൊണ്ട് പണമുണ്ടാക്കുന്നു. ഇത് വെറും വാചകമല്ല, അടിസ്ഥാനപരമായ ഒരു മനോഭാവ മാറ്റമാണ്. നിങ്ങളുടെ ലക്ഷ്യം ദശലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുക എന്നതല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് അനുഭവങ്ങൾ നേടുക എന്നതായിരിക്കണം. ഒരു ജോലിയിൽ നിന്ന് വിരമിക്കാൻ 60 വയസ്സുവരെ കാത്തിരിക്കുന്നത് എന്തിനാണ്? ആ ജീവിതം നിങ്ങൾക്ക് ഇന്ന് തന്നെ ആരംഭിക്കാൻ കഴിയില്ലേ? ചെറിയ ചെറിയ മിനി റിട്ടയർമെന്റുകൾ നിങ്ങളുടെ ജീവിതത്തിലുടനീളം വിതറുക. 1 മാസം ജോലി, 1 മാസം യാത്ര, അല്ലെങ്കിൽ 6 മാസം പ്രവർത്തിക്കുക. 6 മാസം നിങ്ങളുടെ പാഷൻ പ്രോജക്റ്റിൽ പ്രവർത്തിക്കുക. ജീവിതം എന്നത് ഒരു ഡ്രസ് റിഹേഴ്സൽ അല്ല, ഇതാണ് യഥാർത്ഥ ഷോ. അതിനാൽ നിങ്ങൾ കാത്തിരിക്കുന്നത് നിർത്തി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ഇന്ന് തന്നെ മുൻഗണന നൽകാൻ തുടങ്ങണം. ഇവിടെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള ഒരു പുതിയ നിർവചനം വരുന്നു. നമ്മളെ പഠിപ്പിച്ചത് കഠിനാധ്വാനം ചെയ്യാനാണ്, പക്ഷെ കഠിനാധ്വാനം ഫലപ്രദമല്ല. ബുദ്ധിപരമായ ജോലി മാത്രമേ ഫലപ്രദമാകൂ. 80-20 നിയമം അഥവാ പാരറ്റോ തത്വം ഇവിടെ ജീവൻ മരണ പ്രശ്നമാണ്. നിങ്ങളുടെ ഫലങ്ങളുടെ 80% വരുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ 20% നിന്നാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ 80% നിസ്സാര കാര്യങ്ങളിലാണ് നമ്മുടെ സമയം മുഴുവൻ ചെലവഴിക്കുന്നത്. നിങ്ങളുടെ ജോലി ഒന്ന് വിശകലനം ചെയ്യൂ. ദിവസവും ചെയ്യുന്ന ഏത് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് നേടിത്തരുന്നത്? ഇമെയിൽ ചെക്ക് ചെയ്യുന്നതോ, വാട്സാപ്പ് മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുന്നതോ, അനാവശ്യ മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതോ ഒന്നുമല്ല. ആ കാര്യങ്ങൾ ഒഴിവാക്കുക അല്ലെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഊർജം മുഴുവൻ ആ ഫലപ്രദമായ 20%ത്തിലേക്ക് കേന്ദ്രീകരിക്കുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത 10 മടങ്ങ് വർദ്ധിക്കും. ജോലി സമയം പകുതിയായി കുറയുകയും ചെയ്യും. നിരാകരിക്കാനുള്ള കല പഠിക്കുക. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി വേണ്ട എന്ന് പറയാനുള്ള കഴിവാണ്. മിക്ക ആളുകളും ജീവിതത്തിൽ മുങ്ങിത്താഴുന്നത് അതെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാ അവസരവും, എല്ലാ ക്ഷണവും, എല്ലാ പ്രോജക്റ്റും അവർ സ്വീകരിക്കുന്നു. ഇത് അവരുടെ സമയത്തെയും ഊർജത്തെയും ചിതറിച്ചു കളയുന്നു. സമയം എന്നത് നികത്താനാവാത്ത ഒരേയൊരു വിഭവമാണ്. അത് പാഴാക്കുന്നത് ജീവിതം പാഴാക്കുന്നതിന് തുല്യമാണ്. ഒരു പുതിയ അഭ്യർത്ഥന വരുമ്പോൾ ഒരു ചോദ്യം സ്വയം ചോദിക്കുക: ഇതെന്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ അടുപ്പിക്കുമോ അതോ അകറ്റുമോ? ഉത്തരം അകറ്റുമെന്നാണെങ്കിൽ മര്യാദയോടെ, എന്നാൽ ഉറച്ച സ്വരത്തിൽ വേണ്ട എന്ന് പറയുക. ഇതാദ്യം ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ മോശക്കാരനാകുമോ എന്ന് തോന്നും. എന്നാൽ ഈയൊരു കഴിവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം അതിശയകരമായിരിക്കും. നിങ്ങളുടെ സമയം നിങ്ങളുടെ സ്വന്തം നിയന്ത്രണത്തിലാകും. നിങ്ങൾ മറ്റുള്ളവരുടെ മുൻഗണനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിർത്തി നിങ്ങളുടെ സ്വന്തം മുൻഗണനകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. ജോലിസ്ഥലത്ത് ഏറ്റവും കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം എങ്ങനെ ഉണ്ടാക്കാം? ഫെറിസ് ഇവിടെ ഒരു സമൂലമായ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു: ഇൻഫർമേഷൻ ഡയറ്റ്. നിങ്ങൾ ഭക്ഷണത്തിൽ ഡയറ്റ് ചെയ്യുന്നത് പോലെ വിവരങ്ങളിലും ഡയറ്റ് ചെയ്യുക. ദിവസവും രാവിലെ പത്രം വായിക്കുന്നത് നിർത്തുക. ഓരോ മണിക്കൂറിലും ഇമെയിൽ ചെക്ക് ചെയ്യുന്നത് നിർത്തുക. വാർത്തകൾ കാണുന്നത് നിർത്തുക. ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വാർത്ത പോലും 1 മാസത്തിൽ 1-2 തവണയിൽ കൂടുതലുണ്ടാകില്ല. ബാക്കിയെല്ലാം വെറും ശബ്ദകോലാഹലങ്ങളാണ്. അവ നിങ്ങളുടെ ശ്രദ്ധയെ ചിതറിക്കുകയും ഉത്കണ്ഠ വർദ്ധിപ്പിക്കുകയും മാത്രം ചെയ്യുന്നു. ഇമെയിൽ ചെക്ക് ചെയ്യുന്നത് ദിവസത്തിൽ 2 തവണ മാത്രമാക്കി ചുരുക്കുക. അതിനായി ഒരു നിശ്ചിത സമയം വയ്ക്കുക. ഫോൺ എപ്പോഴും സൈലന്റ് മോഡിൽ വയ്ക്കുക. നിങ്ങൾ ലോകത്തിന് എപ്പോൾ ലഭ്യമാകണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, ലോകമല്ല. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ മാനസിക ശാന്തിയെ അത്ഭുതകരമായി ഉയർത്തും. ഇനി നമുക്ക് ജോലി ചെയ്യേണ്ട സ്ഥലത്തെക്കുറിച്ചുള്ള ചിന്തകൾ പൊളിച്ചെഴുതാം. ഓഫീസ് എന്നത് ഒരു സ്ഥലമല്ല, ഒരു മാനസികാവസ്ഥയാണ്. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് വീട്ടിൽ നിന്നോ, ഒരു കഫേയിൽ നിന്നോ, ഗോവയിലെ ഒരു ബീച്ചിൽ നിന്നോ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഓഫീസിൽ പോയി സമയം കളയുന്നത്?
നിങ്ങളുടെ തൊഴിലുടമയ്ക്ക് ഇതാദ്യം ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. എന്നാൽ നിങ്ങൾ ഫലങ്ങൾ നൽകിയാൽ നിങ്ങൾ എവിടെയിരുന്നാണ് ജോലി ചെയ്യുന്നത് എന്നത് അപ്രസക്തമാണ്. റിമോട്ട് വർക്ക് എന്ന ആശയം ഫെറിസ് പ്രവചിച്ചത് ഇന്നൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നിങ്ങളുടെ മൂല്യം സമയത്തിലല്ല, ഫലത്തിലാണ് എന്ന് തെളിയിക്കണം. ആഴ്ചയിൽ 40 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനേക്കാൾ 2 മണിക്കൂർ കൊണ്ട് അതേ ഫലമുണ്ടാക്കുന്ന ഒരു ജീവനക്കാരനായിരിക്കുക. നിങ്ങൾ ഇരിപ്പിടം ചൂടാക്കുന്നതിനല്ല പ്രതിഫലം, ജോലി ചെയ്യുന്നതിനാണ്. ഈ ധാരണ മാറിയാൽ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ജോലി ചെയ്യാം. നിങ്ങളുടെ ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും മാത്രം മതി. ഈ ജീവിതമാണ് ലൊക്കേഷൻ ഇൻഡിപെൻഡൻസ്. ഒരു നഗരത്തിലും ഓഫീസിലും ഒതുങ്ങാത്ത സ്വാതന്ത്ര്യം. എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം. നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ചെയ്യുന്ന ഏത് ജോലിയും ഒരു സിസ്റ്റത്തിനോ മറ്റൊരാളിനോ ഔട്ട്സോഴ്സ് ചെയ്യാൻ കഴിയും. ഫെറിസ് ഇന്ത്യയിലെ വെർച്വൽ അസിസ്റ്റന്റുമാരെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട്. വളരെ കുറഞ്ഞ ചെലവിൽ ലോകത്തിന്റെ മറ്റേ അറ്റത്തിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. നിങ്ങളുടെ ബില്ലുകൾ അടക്കുന്നത് മുതൽ യാത്രാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതുവരെ, ഇമെയിലുകൾ സോർട്ട് ചെയ്യുന്നതുവരെ ഇവർക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ജോലികൾ മാത്രമാണ്. നിങ്ങളുടെ മണിക്കൂർ വേതനം കണക്കാക്കുക. ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് ലഭിക്കുന്ന തുകയേക്കാൾ കുറവ് ചെലവിൽ ഒരു ജോലി ചെയ്യാൻ മറ്റൊരാളെ കിട്ടുമെങ്കിൽ അത് തീർച്ചയായും ഔട്ട്സോഴ്സ് ചെയ്യുക. ഇത് പിശുക്കല്ല, ഇത് ബുദ്ധിപരമായ വിഭവ വിനിയോഗമാണ്. നിങ്ങളുടെ സമയം ഭൂമിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ്. അത് വില കുറഞ്ഞ ജോലികൾക്ക് വേണ്ടി ചെലവഴിക്കരുത്. വരുമാനം ഓട്ടോമേറ്റ് ചെയ്യാൻ ഒരു മ്യൂസ് ബിസിനസ് സൃഷ്ടിക്കുക. ഒരു മ്യൂസ് എന്നാൽ നിങ്ങളുടെ നിരന്തരമായ ശ്രദ്ധ ആവശ്യമില്ലാത്ത, എന്നാൽ സ്ഥിരമായി പണമുണ്ടാക്കുന്ന ഒരു ചെറിയ ബിസിനസ്സാണ്. ഇതൊരു വലിയ കമ്പനിയാകണമെന്നില്ല. ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന ഒരു ഉൽപ്പന്നം മാത്രം മതി. ഇതൊരു ഇൻഫർമേഷൻ പ്രൊഡക്റ്റോ ഒരു സബ്സ്ക്രിപ്ഷൻ സർവീസോ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോറോ ആകാം. പ്രധാനം, അത് നിങ്ങളുടെ ഭൗതിക സാന്നിധ്യം ആവശ്യപ്പെടാതെ പ്രവർത്തിക്കണം. ഒരിക്കൽ നിങ്ങൾ ഈ സംവിധാനം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്കായി പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതാണ് പാസീവ് ഇൻകം. നിങ്ങൾ ജോലി ചെയ്ത സമയത്തിന് പ്രതിഫലം വാങ്ങുന്ന രീതിയിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിച്ച സിസ്റ്റത്തിന് പ്രതിഫലം വാങ്ങുന്ന രീതിയിലേക്കുള്ള മാറ്റം. ഇത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന യൂണിറ്റാണ്. നിങ്ങളുടെ ശമ്പളം നിങ്ങളുടെ സമയവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നിടത്തോളം നിങ്ങളൊരു അടിമയാണ്. ഈ ബന്ധനം മുറിക്കുക. ഒരു ഉൽപ്പന്നം എങ്ങനെ തിരഞ്ഞെടുക്കാം? പ്രശ്നം നോക്കൂ. ആളുകൾക്ക് എന്താണ് വേദന? എന്തിനാണ് അവർ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്? ആ വേദനയ്ക്ക് ഒരു പരിഹാരം നൽകുക. അത് വളരെ പ്രത്യേകമായൊരു പരിഹാരമാകണം. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ ശ്രമിക്കരുത്. ഒരു ചെറിയ വിഭാഗത്തെ തിരഞ്ഞെടുത്ത് അവരുടെ രാജാവാകുക. ഉദാഹരണത്തിന്, ശരീരഭാരം കുറയ്ക്കാനുള്ള വഴികൾ എന്നത് വലിയ വിപണിയാണ്. 50 വയസ്സ് കഴിഞ്ഞ തിരക്കുള്ള അമ്മമാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന 10 മിനിറ്റ് വ്യായാമം എന്നത് ഒരു പ്രത്യേക വിഭാഗമാണ്. ഈ വിഭാഗത്തെ ലക്ഷ്യം വച്ചാൽ നിങ്ങൾക്ക് കുറഞ്ഞ എതിരാളികളെ ഉണ്ടാകൂ. കൂടുതൽ വില ഈടാക്കാനും കഴിയും. ഇതാണ് മാർക്കറ്റിംഗിന്റെ പുതിയ തത്വം. വലിയ കടലിൽ പോയി വല വീശുന്നതിന് പകരം ഒരു ചെറിയ കുളത്തിലെ ഏറ്റവും വലിയ മത്സ്യമാകുക. നിങ്ങളുടെ ഉൽപ്പന്നത്തിന് ഒരു പ്രീമിയം വില നിശ്ചയിക്കാൻ മടിക്കേണ്ട. ഗുണനിലവാരമുള്ള ഒരു പരിഹാരത്തിന് ആളുകൾ പണം മുടക്കാൻ തയ്യാറാണ്. സൗജന്യമായി കിട്ടുന്നതിന് ആരും വില കൽപ്പിക്കുന്നില്ല. ലൈഫ് സ്റ്റൈൽ ഡിസൈനിന്റെ അടിസ്ഥാനം എന്താണ്? ഭയത്തിന്റെ നിർവചനം മാറ്റുക. നമ്മളിൽ ഭൂരിഭാഗവും ജീവിതത്തിൽ അപകടസാധ്യതകൾ എടുക്കാത്തത് ഭയം കൊണ്ടാണ്. ജോലി നഷ്ടപ്പെടുമോ, പരാജയപ്പെടുമോ, മറ്റുള്ളവർ എന്തു പറയും എന്ന ഭയം. ഫെറിസ് നമ്മോട് ഒരു വ്യായാമം ചെയ്യാൻ ആവശ്യപ്പെടുന്നു: ഫിയർ സെറ്റിംഗ്. ലക്ഷ്യനിർണയത്തിന് വിപരീതമായി ഏറ്റവും മോശമായ അവസ്ഥ എന്താണെന്ന് കൃത്യമായി എഴുതുക. നിങ്ങൾ ഭയപ്പെടുന്ന ആ കാര്യം സംഭവിച്ചാൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുക? താമസിക്കാൻ വീടില്ലാതാകുമോ? പട്ടിണി കിടക്കുമോ? മിക്കവാറുമില്ല. നമ്മുടെ ഭയങ്ങൾ അതിശയോക്തി കലർന്നതാണ്. ആ ഭയം യാഥാർത്ഥ്യമായാൽ പോലും അതിൽ നിന്ന് കരകയറാനുള്ള വഴികൾ എന്താണെന്ന് ആസൂത്രണം ചെയ്യുക. ഈ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയം അത്ര വലുതല്ലെന്നും നിങ്ങൾ എടുക്കാൻ മടിക്കുന്ന ആ റിസ്ക് വളരെ ചെറുതാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക് ഒന്നും എടുക്കാതിരിക്കുക എന്നതാണ്. കാരണം അങ്ങനെ ചെയ്താൽ നിങ്ങൾ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്നു. സമയം ലാഭിക്കാനുള്ള അതിശക്തമായ ഒരു തന്ത്രമാണ് ബാച്ചിങ്. സമാനമായ ജോലികൾ ഒരുമിച്ചു കൂട്ടി ഒരു പ്രത്യേക സമയത്ത് മാത്രം ചെയ്യുക. ആഴ്ചയിലൊരിക്കൽ എല്ലാ ബില്ലുകളും അടയ്ക്കുക. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം എല്ലാ മീറ്റിംഗുകളും ഷെഡ്യൂൾ ചെയ്യുക. ദിവസത്തിൽ 2 തവണ മാത്രം ഫോൺ കോളുകൾ ചെയ്യുക. ഇത് ജോലികൾക്കിടയിലുണ്ടാകുന്ന സെറ്റപ്പ് സമയം ലാഭിക്കുകയും നിങ്ങളുടെ ശ്രദ്ധ ചിതറാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ കരുതുന്നത് പല ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നത് മൾട്ടി ടാസ്കിംഗ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ്. എന്നാൽ അത് നമ്മുടെ ഉൽപ്പാദനക്ഷമതയെ കുത്തനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യ മസ്തിഷ്കം ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂ. ശ്രദ്ധ മാറുമ്പോൾ വീണ്ടും ഏകാഗ്രത കൈവരിക്കാൻ വളരെയധികം ഊർജം നഷ്ടപ്പെടുന്നു. അതിനാൽ ഒരു സമയത്ത് ഒരു ജോലി മാത്രം ചെയ്യുക. അതും തടസ്സങ്ങളില്ലാതെ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ.
പാർക്കിൻസൺസ് ലോ പറയുന്നത് ഒരു ജോലി അതിന് ലഭ്യമായ സമയം മുഴുവൻ എടുത്ത് ചെയ്യപ്പെടും എന്നാണ്. അതിനാൽ കുറഞ്ഞ സമയം നൽകുക, ജോലി പെട്ടെന്ന് തീരും. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന ആശയത്തിൽ നമുക്ക് അല്പം ആഴത്തിലിറങ്ങാം. പണം എന്നത് സമയം വാങ്ങാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. നിങ്ങളുടെ ചെലവുകൾ എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടും. ഇത് സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ചെലവ് ചുരുക്കുന്നത് എന്ന് പറഞ്ഞാൽ പലർക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാകും. എന്നാൽ കണക്ക് വളരെ ലളിതമാണ്. നിങ്ങൾക്ക് പ്രതിമാസം 1,00,000 രൂപ ആവശ്യമാണെങ്കിൽ വളരെ വലിയ മൂലധനം വേണ്ടിവരും. എന്നാൽ ചെലവ് 30,000 രൂപയാക്കി ചുരുക്കിയാൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ മൂലധനം മതി. ചെലവ് ചുരുക്കുന്നതിലൂടെ നിങ്ങൾ 2 കാര്യങ്ങൾ നേടുന്നു. 1. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള ദൂരം കുറയുന്നു. 2. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇപ്പോൾ തന്നെ ജീവിക്കാൻ പറ്റും. മിനിമലിസം എന്നത് ദാരിദ്ര്യമല്ല, ബോധപൂർവമുള്ള തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ വാങ്ങുന്ന ഓരോ വസ്തുവും വാസ്തവത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭാഗം വിൽക്കുകയാണ്. ചുരുക്കത്തിൽ, ജീവിതം എന്നത് ജോലി ചെയ്യാനുള്ളതല്ല, അനുഭവിക്കാനുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഡിഫോൾട്ട് മോഡ് ജോലിയായി മാറിയിരിക്കുന്നു. നിങ്ങൾ ആദ്യമായി ഒരാളെ കാണുമ്പോൾ ചോദിക്കുന്നത് എന്താ ജോലി എന്നാണ്, എന്താ നിന്റെ പാഷൻ എന്നല്ല. ഇതിന് ഒരു മാറ്റം വരണം. ഈ നിമിഷം നിങ്ങളുടെ ജീവിതമൊന്ന് പുനർരൂപകൽപ്പന ചെയ്യുക. ഏത് ജോലിയാണ് നിങ്ങളുടെ സമയം കൊള്ളയടിക്കുന്നതെന്ന് കണ്ടെത്തി അത് ഒഴിവാക്കുക. ഏത് ചെലവാണ് അനാവശ്യമെന്ന് കണ്ടെത്തി അത് നിർത്തുക. ഏത് ലക്ഷ്യസ്ഥാനത്ത് പോകാനാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത് അവിടേക്കുള്ള ടിക്കറ്റ് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക. ജീവിതം ഹ്രസ്വമാണ്. മാറ്റങ്ങൾ ഒരിക്കലും സൗകര്യപ്രദമല്ല. അതിപ്പോൾ ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി നിങ്ങൾ എന്താണ് കാത്തിരിക്കുന്നത്? ഒരു അനുവാദത്തിനോ? അതാരും തരാൻ പോകുന്നില്ല. സ്വയം അനുവാദം നൽകുക. ലോകത്തെ മുഴുവൻ ഷോക്കടിപ്പിക്കുക. എന്നാൽ ഏറ്റവും പ്രധാനമായി നിങ്ങളെ തന്നെ ഷോക്കടിപ്പിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇത് വെറും പ്രചോദനമല്ല, ഇത് പ്രവർത്തനത്തിനുള്ള ആഹ്വാനമാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. ആ കൈകൾ കൊണ്ട് എന്താണ് നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്? ഈ പുസ്തക സമ്മറി കേട്ടതിന് നന്ദി. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.